എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ സ്പിരിച്വൽ മോഴ്സസിലേക്ക് സ്വാഗതം. നമ്മൾക്കെല്ലാവർക്കും ബൈബിളിൽ യേശു ക്രിസ്തു അനേകരെ സൗഖ്യമാക്കിയ കഥകൾ അറിയാം അല്ലേ? അനേക ഭൂതഗ്രസ്തരായവരെ കർത്താവ് വിടുവിച്ചു, അനേക രോഗികളായവർക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. ഈ കഥകളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സൗഖ്യത്തിൻ്റെ കഥ ഒരിച്ചിരി വ്യത്യസ്തമായ ഒരു കഥയാണ്. അത് നമ്മൾ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും മത്തായി എഴുതിയ സുവിശേഷത്തിലും രണ്ട് ഭാഗത്ത് നമ്മളത് വായിക്കുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിലും അവിടെ ഒരു പ്രത്യേക സ്ത്രീയെക്കുറിച്ച് കാണുന്നു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവായ യേശു ക്രിസ്തു സോർ സിദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി എന്ന് മലയാളം ബൈബിളിൽ പറയുന്നു. അവിടെ ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു ഹി വിഡ്രൂ ഹിംസെൽഫ് ടു ദ റീജിയൻ ഓഫ് ടയർ ആൻഡ് സിഡോൺ. അവിടെ ആ പദം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം, അതിന് മുമ്പുള്ള ഭാഗങ്ങളിലെല്ലാം കർത്താവ് മിനിസ്ട്രിയൊക്കെ ചെയ്ത് അനേകർക്ക് രോഗസൗഖ്യമൊക്കെ കൊടുത്തു. ഒരിച്ചിരി ടയേർഡായി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു വിശ്രാമത്തിന് വേണ്ടി സോർ സിദോൻ, ടയർ ആൻഡ് സിദോൻ എന്ന് പറയുന്ന പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തിന് വെളിയിൽ, അതിൻ്റെ മേളിൽ, അതിൻ്റെ വടക്ക് ഭാഗത്തുള്ള രണ്ട് രാജ്യങ്ങളാണ് സോർ സിദോൻ. ടയർ ആൻഡ് സിദോൺ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ നോർത്തിൽ. അപ്പോൾ ഇസ്രായേൽ ദേശം വിട്ട് കർത്താവ് അങ്ങ് വെളിയിൽ പോയി. എന്തിനാ? അവിടെ ചെറിയൊരു വിശ്രാമത്തിന്. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നത് ആരും യേശു അവിടെ ഉണ്ടെന്ന് അറിയരുത് എന്ന് യേശു ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ ആരും അറിയാതെ വിശ്രാമത്തിന് വേണ്ടി കടന്നുപോയ കർത്താവ് അവിടെ എത്തി എന്നുള്ളത് ആ ദേശക്കാരത്തി ഒരു സ്ത്രീ അറിഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷത്തിൽ മത്തായി ആ സ്ത്രീയെ വിളിക്കുന്നത് കനാനിയ സ്ത്രീ എന്നാണ്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ മർക്കോസ് ആ സ്ത്രീയെ വിളിക്കുന്നത് ഒരു സൈറോഫൊയ്നിക്ക സ്ത്രീ, ഒരു സുറോഫൊയ്നിക്ക സ്ത്രീ എന്ന്. അവളുടെ ആ ഒരു പ്രദേശത്തിൻ്റെ പ്രാധാന്യം വെച്ച് അവൾ സുറോഫൊയ്നിക്ക ജാതിക്കാരത്തി എന്ന് പറയുന്നു. കനാനിയ സ്ത്രീ എന്ന് മത്തായി പറയുമ്പോൾ അവളുടെ എത്നിസിറ്റി വെച്ചിട്ടാണ് മത്തായി പറയുന്നത്. എന്തായാലും ആ സ്ത്രീയുടെ പ്രത്യേകത, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്ന ഒരു കാര്യം: എൻ്റെ മകൾക്ക് സൗഖ്യം വേണം, നീ എന്നെ സഹായിക്കണം. പ്രശ്നം മകൾക്കാണ്, പക്ഷെ പറഞ്ഞാൽ നീ എന്നെ സഹായിച്ചേ മതിയാകും. മകളുടെ പ്രശ്നം എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ്? മകളെ ഒരു ദുഷ്ടാത്മാവ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, ഭൂതഗ്രസ്തയാണ്. പക്ഷേ നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യം, കർത്താവ് ഈ രണ്ട് ഭാഗങ്ങളും നമ്മൾ പാരലായിട്ട് പഠിക്കുമ്പോൾ കർത്താവ് ഒരു ഉത്തരവും ആദ്യം കൊടുക്കുന്നില്ല. അവളെ അങ്ങ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു. പക്ഷെ അവൾ വിട്ടുകൊടുത്തില്ല കേട്ടോ. അവൾ കർത്താവിൻ്റെ പുറകേ വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്നത്, കർത്താവ് പറയുന്ന ഒരു മറുപടി, അതിൻ്റെ കാരണവും പറയുന്നത്, ഒരു ഭാഗത്ത് പറയുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാർ അവളെ എന്തേലും അങ്ങ് സൗഖ്യം കൊടുത്ത് അങ്ങ് പറഞ്ഞു വിട്, അങ്ങനെയുള്ളൊരു ജസ്റ്റ് സെൻഡ് ഹർ അവേ എന്നുള്ള പറയുന്ന ആ പദം ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവൾ ചോദിക്കുന്ന കൊടുത്തങ്ങ് പറഞ്ഞു വിട്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ശിഷ്യന്മാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്: ഐ ഹാവ് നോട്ട് ബീൻ സെൻറ്റ് ബട്ട് ടു ദ ലോസ്റ്റ് ഷീപ്പ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ കാണാതെ പോയ ആടുകൾക്ക് വേണ്ടി മാത്രമേ ഇപ്പോൾ എന്നെ അയച്ചിട്ടുള്ളൂ. അതായത് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ് അവളോട്, നീ ഒരു അന്യജാതിക്കാരത്തിയാണ്, സമയമായിട്ടില്ല, നിൻ്റെ അന്യജാതിക്കാർക്കുള്ള ശുശ്രൂഷയുടെ സമയമായിട്ടില്ല. ഇപ്പോഴത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇസ്രായേലിനകത്ത് കാണാതെ പോയ ആടുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ഈ സ്ത്രീ വിട്ടുകൊടുത്തില്ല കേട്ടോ. ഈ സ്ത്രീ വീണ്ടും കർത്താവിൻ്റെ കാൽക്കൽ വന്നങ്ങ് വീണ് അങ്ങ് കരയാൻ തുടങ്ങി. അന്നേരം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് to give the bread of the children to the little dogs. അപ്പോൾ അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്കൊരു ഭയങ്കര ഒരു ഷോക്കായി അല്ലേ? എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറയുന്നു? ആ സ്ത്രീയോട് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, നമ്മൾക്കൊരു നിമിഷം കർത്താവ് പറഞ്ഞ ആ പദം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മക്കളുടെ അപ്പം. മക്കളുടെ അപ്പം എന്ന് കർത്താവ് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഈ സ്ത്രീ എന്താ ചോദിച്ചു വന്നേ? അവളുടെ മകൾക്ക് സൗഖ്യം. അവളുടെ മകൾ ഭൂതഗ്രസ്തയാണ്, അവൾക്കൊരു വിടുതൽ. അപ്പോൾ സൗഖ്യവും വിടുതലും എന്ന് പറയുന്നത് കർത്താവ് പറയാണ് അത് മക്കളുടെ അപ്പമാണ്, മക്കളുടെ അവകാശമാണ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇവിടെ ഒന്ന് നിൽക്കാം, ഇവിടെ ഒന്ന് പോസ് ചെയ്യാം. ബാക്കി മുൻപോട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇവിടെ കർത്താവ് പറയാണ് മക്കളുടെ
അപ്പം എന്ന് പറയുന്നത്, സൗഖ്യം, വിടുതൽ എന്ന് പറയുന്നത് മക്കൾ എന്നുള്ള ആൾക്കാരുടെ അപ്പമാണ്. ഇനി ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അത് ഏത് നാട്ടുകാരാണെങ്കിലും, സൈറോഫോയിനീഷ്യൻ ആണെങ്കിലും ഇല്ലേ, മലയാളിയാണെങ്കിലും, തമിഴ്നാട്ടുകാരനാണെങ്കിലും, ഹിന്ദിക്കാരനാണെങ്കിലും, ആഫ്രിക്കക്കാരനാണെങ്കിലും, അമേരിക്കക്കാരനാണെങ്കിലും, ഏത് നാട്ടുകാരനാണെങ്കിലും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്താണ്, ദൈവ മക്കൾ എന്ന് ഉള്ള പദവി ലഭിക്കുവാനുള്ള അധികാരമാണ് ദൈവം കൊടുത്തത്. അങ്ങനെയെങ്കിൽ ചോദ്യം, ദൈവമക്കളാണെങ്കിൽ ഇവിടെ കർത്താവ് പറഞ്ഞ് അപ്പം, മക്കളുടെ അപ്പം എന്ന് വിളിച്ച ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? സൗഖ്യവും വിടുതലും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളെ തന്നെ ദൈവമക്കളെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവിൽ വിശ്വസിച്ച് ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. സൗഖ്യവും വിടുതലും നിങ്ങളുടെ അപ്പമാണ്. അത് നമ്മളുടെ അവകാശമാണ്. ഹല്ലേലൂയ. അത് നമുക്ക് ബോണസായിട്ട് കിട്ടുന്ന ഒരു സംഭവമൊന്നുമല്ല. അത് ഒത്തിരി പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ലഭിക്കുന്ന ഒരു ഗിഫ്റ്റൊന്നുമല്ല. അത് നമ്മളുടെ ഒരു ദൈവ പൈതലോ മക്കളോ എങ്കിൽ അത് നമ്മുടെ അവകാശം. അത് നമ്മുടെ അപ്പൻ നമുക്ക് സന്തോഷത്തോടെ തരുന്ന ഒരു സംഭവം. ഈ അപ്പം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ മക്കൾക്ക് അവർ വിശന്നിരിക്കുക, അവരെ പട്ടിണി ഇടുവോ? എന്ത് സന്തോഷത്തോടെയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത്, ഇല്ലേ? അപ്പൻ സന്തോഷത്തോടെ നമുക്ക് തരുന്ന ഒരു അപ്പമാണ് സൗഖ്യവും വിടുതലും. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം, സൗഖ്യത്തെ അത് തെറ്റെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, അല്ലെ ശാരീരിക സൗഖ്യം ആഗ്രഹിക്കുന്നത് ശരിയല്ല എന്നൊക്കെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബൈ ഹിസ് സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. അപ്പോൾ അത് പത്രോസിൻ്റെ ലേഖനത്തിൽ ബൈ ഹിസ് സ്ട്രൈപ്സ് യു വേർ ഹീൽഡ്, ഒരു പാസ്റ്റ് ടെൻസി പറയുന്നു, അവൻ്റെ അടിപ്പിണറാൽ നമ്മൾ സൗഖ്യം വന്നു. അപ്പോൾ അത് പറയുമ്പോൾ പോലും പലരും പഠിപ്പിക്കാറും പറയാറും ഉണ്ട്, അത് ശാരീരിക സൗഖ്യത്തെക്കുറിച്ച് അല്ല പറയുന്നത്, അത് ആത്മീയ സൗഖ്യത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ ഒരു വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ ടച്ച് ചെയ്ത ഒരു വാക്യം. അങ്ങനെ പറഞ്ഞ് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നവരോട് ഒരു വാക്യം ഞാൻ പറയട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകുവാൻ തന്നെ. അപ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, ഹി ക്യാരിഡ് അവർ സിൻസ്, ഹി ബോർ അവർ സിക്നെസ്സസ്. അപ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ആ പ്രവചനം ഇവിടെ നിവൃത്തിയായി. എപ്പോൾ? യേശു ശാരീരിക സൗഖ്യം കൊടുത്തപ്പോൾ. ആത്മീയ സൗഖ്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ 16-ാം വാക്യത്തിൽ ഭൂതഗ്രസ്തരെ അവൻ സൗഖ്യമാക്കി, ദുരാത്മാക്കളെ ഒരു വാക്കും കൊണ്ട് പുറത്താക്കി സകല ദീനക്കാർക്കും, ശാരീരിക ദീനക്കാർക്ക് സൗഖ്യം കൊടുത്തു. അപ്പോൾ കർത്താവ് പറയുന്ന സൗഖ്യം ഇവിടെ പറയുന്നത് ശാരീരിക സൗഖ്യത്തെക്കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും യെശയ്യാ പ്രവാചകൻ പറഞ്ഞ അവൻ നമ്മുടെ സകല രോഗത്തിനും സൗഖ്യം വരുത്തി എന്ന് പറയുന്നതും, നമ്മുടെ സകല രോഗത്തെയും അവൻ്റെ ശരീരത്തിൽ വഹിച്ചു എന്ന് പറയുന്നത്, അവൻ്റെ അടിപ്പിണറാൽ നമുക്ക് സൗഖ്യം വന്നു എന്ന് പറയുന്നതും, ഇവിടെ കർത്താവ് പറയുന്നത് സൗഖ്യം എന്നുള്ളത് മക്കളുടെ അപ്പം എന്ന് പറയുന്നതും എല്ലാം ശാരീരിക സൗഖ്യത്തെക്കുറിച്ച് തന്നെയാണ്. ആരെങ്കിലും ശരീരത്തിൽ രോഗികളായിട്ടുള്ള സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്തുപോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, പ്രാർത്ഥന നിർത്തരുത്. കാരണം അത് നമ്മുടെ അവകാശമാണ്. അത് നമ്മുടെ അപ്പൻ തരും, നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നു. പിന്നെ ചില കേസുകളിൽ അതെല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ. കാരണം പൗലോസിൻ്റെ കേസിൽ പ്രത്യേകം ദൈവം തന്നെ
പൗലോസിനോട് സംസാരിച്ചു, എൻ്റെ കൃപ നിനക്ക് മതി. അങ്ങനെ ആരോടെങ്കിലും വ്യക്തിപരമായി കർത്താവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു കേസ്. അതല്ല എങ്കിൽ, ദൈവം നേരിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ, ഞാൻ പറയട്ടെ, ദൈവവചനം സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിക്കുന്നില്ല. സൗഖ്യം നമ്മുടെ അവകാശമാണ്. ആ അവകാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ സകല രോഗത്തെയും സൗഖ്യമാക്കും. അത് നമ്മുടെ അവകാശം, അത് നമ്മുടെ അപ്പം. നമ്മൾ മക്കളാണ്. നമ്മുടെ അപ്പൻ നമുക്ക് അവകാശപ്പെട്ട അപ്പം നൽകി തരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.